സുഹൃത്തുക്കളെ, ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ഇത്രയും ദൂരെ ലോങ് വീഡിയോ ഡ്രോണിലൂടെ ഒരു പക്ഷേ ഈ ഭാഗത്ത് ഇത് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. നമ്മൾ വീഡിയോ തുടങ്ങുന്നത് കുറ്റാളൂർ എന്ന സ്ഥലത്തു നിന്നാണ്. വേങ്ങര കുറ്റാളൂർ കണ്ടില്ലേ? ഇതാണ് കുറ്റാളൂർ. മലപ്പുറത്ത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കുറ്റാളൂർ അങ്ങാടിക്ക് വരുമ്പോൾ രണ്ട് റോഡിന് ഇങ്ങനെ കടന്ന് ഈ ഒരു ഭാഗത്തെത്താം. ഇതിന് കഴിഞ്ഞാൽ നമ്മുടെ സബാഹ് സ്ക്വയറിനെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യകതയൊന്നുമില്ല. ഫുട്ബോൾ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈയിടെ ഒരു മാസക്കാലം ഏറ്റവും കൂടുതൽ ജനസാഗരം തീർത്ത ഒരു ഗ്രൗണ്ടും കൂടിയാണ് വേങ്ങര സബാഹ് സ്ക്വയർ. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ വേങ്ങര ടൗൺ, ബസ് സ്റ്റാൻഡ്, അങ്ങനെ കച്ചേരിപ്പടി, മണ്ണിൽപ്പിലാക്കൽ, കൂരിയാട്, നമ്മുടെ പുതിയ വയഡക്റ്റ് ബ്രിഡ്ജ്, അതിൻ്റെ പണിയുള്ള അവസാന ഘട്ടം ഒക്കെ ഇതിൽ കാണാൻ പറ്റും. പിന്നെ കക്കാട് കടലുണ്ടിപ്പുഴ പാലം, കക്കാട് ഓവർപാസ്, കരുമ്പിൽ അണ്ടർപാസിൻ്റെ ഭാഗം, അങ്ങനെ നീണ്ടു കിടക്കുന്ന നീളമേറിയ ലെങ്ത്ത് കൂടിയൊരു വീഡിയോയാണ്. സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായും കാണുക. അങ്ങനെ നമ്മൾ സബാഹ് സ്ക്വയറിൻ്റെ ആ സ്റ്റേഡിയം, ആ ഒരു ഏരിയത്തെ വീഡിയോയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ കറക്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കട്ടോ. ഇവിടെ ആയിരുന്നു ഒരു മാസക്കാലം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ്. ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ സീസണിൽ ആൾ കയറിയൊരു സ്റ്റേഡിയം കൂടിയായിരുന്നു വേങ്ങര സബാഹ് സ്ക്വയർ. അങ്ങനെ നമ്മൾ വേങ്ങര സബാഹ് സ്ക്വയറിൻ്റെ ഏരിയ കഴിഞ്ഞ് നമ്മൾ വേങ്ങര പ്രധാനപ്പെട്ട വേങ്ങരയുടെ അങ്ങാടിയുടെ മധ്യഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ വേങ്ങര അവിടെ നിന്നാണ് തുടങ്ങി കഴിഞ്ഞാൽ എത്രത്തോളം വേങ്ങര അങ്ങാടിയുടെ ആ ഒരു പ്രൗഢി, എങ്ങനെയാണ് വേങ്ങര തിങ്ങി നിറഞ്ഞ വാഹനങ്ങളും കച്ചവട സ്ഥാപനങ്ങളുമായിട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഡ്രോണിലൂടെ ആകുമ്പോൾ കറക്റ്റ് നിങ്ങളെ കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ നിന്ന് തുടങ്ങലേ വേങ്ങര അങ്ങാടി കൂടെയാണ് കടന്നു പോകുമ്പോൾ ആ ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ വേങ്ങര ഈ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഉള്ളേരിയിലേക്കൊക്കെ ചെറിയ പോക്കറ്റ് റോഡുകൾ കൊണ്ടൊക്കെ ഒരുപാട് പോക്കറ്റ് റോഡുകളൊക്കെ ഉള്ള ഒരു ഏരിയയും കൂടിയാണ് വേങ്ങര. അപ്പോൾ നമ്മൾ വേങ്ങര സബാഹ് സ്ക്വയർ കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് നോക്കി ഇടത് ഭാഗത്ത്, ഈ പെട്രോൾ പമ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടൊരു ചെറിയ പോക്കറ്റ് റോഡുണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേങ്ങരക്ക് ഇവിടെ സ്കൂളുകളുണ്ട്, അതുപോലെ പോലീസ് സ്റ്റേഷൻ നിൽക്കുന്ന ഭാഗം. അപ്പോൾ എല്ലാം കൂടി ആ ഒരു ഏരിയ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേങ്ങര റൈറ്റ് സൈഡ് ചേറൂർ ഭാഗത്തേക്കുള്ള റോഡ്, ഇടത് ഭാഗത്തേക്ക് പിന്നെ നമുക്ക് ഷോർട്ട് റോഡ്, അതായത് കക്കാട് ഭാഗത്തേക്ക് വെന്നീരിൽ ടച്ച് ചെയ്യുന്ന, അതായത് കാച്ചടി ഭാഗത്ത് ടച്ച് ചെയ്യുന്ന ഷോർട്ട് റോഡുണ്ട്. പെട്രോൾ പമ്പ് കഴിഞ്ഞ് ഈ ഒരു ഏരിയയിൽ ഇവിടുന്ന് ചെറിയൊരു ഇറക്കമാണ്. നമുക്കറിയാം, മുകളിൽ നോക്കി നല്ല അടിപൊളിയല്ലേ. നമ്മൾ നല്ല വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ ഉച്ച കഴിഞ്ഞ് 4:00 ഉച്ച ഒരു 2 മണിൻ്റെ ഒക്കെ ഇടയിലെടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ നിങ്ങളെ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഈ ഇറക്കം ഇങ്ങനെ കഴിഞ്ഞാൽ ഇവിടുന്ന് ഇടത് ഭാഗത്തേക്കാണ് നല്ല റോഡാട്ടോ റോഡ്. അവിടുന്ന് അങ്ങനെ പുത്തനങ്ങാടി അങ്ങനെ കടന്നു പോകാൻ പറ്റും. പുത്തനങ്ങാടി പിന്നെന്താണ് പാണ്ഡികശാല ആ ഭാഗത്തുകൂടെ കടന്ന് കാച്ചടി കരിമ്പിൽ ഭാഗത്തേക്ക് ടച്ച് ചെയ്യണ റോഡാണ്. ആ വാഹനം വളരെ തുച്ഛമായി കടന്നു പോകുന്ന ഏരിയയാണ്. അപ്പോൾ വേങ്ങരൻ്റെ ഒരു നോക്കിയങ്ങൾ തിരക്ക്, നല്ല വാഹന ഗതാഗത തിരക്കുള്ള ഒരു ഏരിയയും കൂടിയാണ് വേങ്ങര റോഡ്. ഇതിന് മുന്നേ ഇവിടെ ഈ മേൽപ്പാലം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു ഇതൊക്കെ നടന്നിരുന്നു. അതിനുള്ള പരിശോധന, മണ്ണ് പരിശോധനൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ കാണിച്ചിരുന്നു കേട്ടോ. ഈ നമ്മൾ തുടങ്ങി വെച്ച ആ ഒരു ഏരിയയിൽ നിന്ന് വേങ്ങര അങ്ങാടി ആ ഭാഗങ്ങളിലൊക്കെ മണ്ണ് പരിശോധന നടന്നിരുന്നു. വാഹനഗതാഗത കുരുക്ക് കൂടുകൊണ്ട് അതിനൊരു മേൽപ്പാലം ഇവിടുന്ന് അതിനുള്ള എത്രത്തോളം അത് നടപ്പാക്കാൻ കഴിയും, അത് ചെയ്യുമെന്നുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ ഇതൊന്നും കേട്ടില്ലായിരുന്നു. ഏതായാലും നല്ല തിരക്കേറിയ ഒരു ഏരിയയാണ്. രാവിലെ 10 മണിയായാലും വൈകുന്നേരം 4 മണിയായാലും ഒക്കെ വേങ്ങര ഈ ഒരു അങ്ങാടി. അങ്ങനെ നമ്മൾ നോക്കി വേങ്ങര ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കട്ടെ. വേങ്ങരയുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ, നല്ല ടെക്സ്റ്റൈൽസ് കൊണ്ടും അതുപോലെ എല്ലാ ഹോൾസെയിൽ കടകൾ കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൗൺ തന്നെയാണ് നമ്മുടെ വേങ്ങര. അങ്ങനെ വേങ്ങര പ്രധാനപ്പെട്ട ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് പോക്കറ്റ് റോഡുകൾ ഈ ഏരിയയിലൊക്കെ ചെന്നാൽ ഓരോ കിലോമീറ്റർ 1/2 കിലോമീറ്റർ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇടതും വലതുമായിട്ട് ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകളെ കൊണ്ടൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പോക്കറ്റ് റോഡുകൾ കൊണ്ടും എല്ലാം കൊണ്ടും വിശാലമായ വലിയൊരു ടൗൺ തന്നെയാണ് വേങ്ങര. അങ്ങനെ വേങ്ങര ടൗണിൻ്റെ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നോക്കിയാൽ അടിപൊളിയാട്ടോ. ഞാനിവിടുന്ന് ഒന്ന് ഒന്നുകൂടി താഴ്ത്തി തന്നെ ഞങ്ങളെ കാണിക്കാം. കണ്ടില്ലേ,
വേങ്ങര ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. എടാ അടിപൊളി കേട്ടോ, സൂപ്പർ കാഴ്ചയാണ്. വേങ്ങരൻ്റെ നല്ല തെളിച്ചത്തിൽ തന്നെ വേങ്ങരയുടെ മധ്യഭാഗത്തു നിന്ന്, അതായത് ബസ് സ്റ്റോപ്പിൻ്റെ ആ പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്ന് റൗണ്ട് ചെയ്ത് വേങ്ങരയുടെ മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ബസ് സ്റ്റാൻഡ് നേരെ ഈ ബാക്ക് സൈഡിൽ നിന്ന് അങ്ങോട്ട് എടുത്താട്ടോ. ഈ ബസ്സുകളൊക്കെ നിർത്തിയിട്ട് കാണാം. അതുപോലെ നേരെ ആ ഏരിയയിലൊക്കെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഹോൾസെയിലുകളായിട്ടും ഹോട്ടലുകളായിട്ടും ടെക്സ്റ്റൈലുകളായിട്ടും ഫർണിച്ചറിൻ്റെ ഷോപ്പുകളായിട്ടും എല്ലാം കൊണ്ടും വേങ്ങര അടിപൊളിയാട്ടോ ഈ കാര്യത്തിൽ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലം, ഇവിടെ KM ഷാജി പ്രസംഗിച്ചപ്പോൾ പൊതുവേ നമുക്കറിയാം ഇലക്ഷനിലേക്ക് തിരിയുമ്പോൾ വേങ്ങര എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ നല്ലൊരു മത്സരം നടന്നൊരു സ്ഥലം കൂടിയാണ് വേങ്ങര നിയമസഭാ മണ്ഡലം. ആളുകളൊക്കെ പല മത്സരമില്ലാത്ത ഏരിയയിൽ നിന്നൊക്കെ ഈ ഒരു ഏരിയയിലേക്കായിരുന്നു അന്ന് വന്നത്. KM ഷാജിയും വേഗം നമ്മുടെ സഭാസ്കോറിനെ പറഞ്ഞതുപോലെ സബാഹ് കയും KM ഷാജിയും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം, നല്ലൊരു മത്സരം നടന്ന ഏരിയയാണ്. ഈ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ വേങ്ങര മണ്ഡലത്തിൽ വേങ്ങര നിയമസഭയിൽ നല്ലൊരു ഇലക്ഷൻ നടന്നത്. അപ്പോൾ ആ ഏരിയയിൽ KM ഷാജി പ്രസംഗിച്ച ആ ഒരു സ്റ്റേഡിയമാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഏതായാലും അത് കഴിഞ്ഞ് നമ്മൾ എത്താൻ പോകണറിയോ, കച്ചേരിപ്പടി എത്തുന്നതിന് മുമ്പായിട്ടുള്ള അമയഞ്ചേരിക്കാവ് ആ അമ്പലം, അവിടുത്തെ ഒരു ക്ഷേത്രം, എപ്പോഴും ഉത്സവവും ആരവങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ തന്നെ പറമ്പിൽപ്പടി. അപ്പോൾ ആ ഏരിയയിൽ എത്തിക്കൊണ്ടിരിക്കട്ടെ. ഇവിടെ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്, പുതുതായിട്ട് വന്നതാണ്. വേങ്ങരൻ്റെ ലാസ്റ്റ് വേങ്ങര ടൗൺ ഇങ്ങനെ കഴിഞ്ഞാൽ ആ ഏരിയക്കും, അതായത് സഭാസ്കറിൻ്റെ ആ ഭാഗത്തേക്കും ഈ ഏരിയക്കും വലിയ ബിൽഡിങ്ങുകൾ വന്ന് ടെക്സ്റ്റൈൽസുകളും അതുപോലെ ഫർണിച്ചറും ഒക്കെ ആയിട്ടുള്ള വലിയ സ്ഥാപനങ്ങളെന്ന ബിൽഡിങ്ങിൻ്റെ ആ മുകൾ ഭാഗമൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിട്ട് കഴിഞ്ഞാൽ അമഞ്ചേരിക്കാവിലെ ആ ക്ഷേത്രം നമ്മളിപ്പോൾ കാണാം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളെ പറമ്പിൽപ്പടി. അപ്പോൾ അവിടെയൊക്കെ മേലിൽ നിന്നുള്ള കാഴ്ച, അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ആ ബിൽഡിങ്ങിൻ്റെ എത്രത്തോളം വീതി വിസ്താരം, എത്രത്തോളം ഏരിയകളുണ്ടെന്നൊക്കെ മുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ രസകരമായ വൈബോടുകൂടി വേങ്ങരൻ്റെയും മറ്റു എവിടെയൊക്കെ നമ്മൾ ഇതുപോലുള്ള ഡ്രോൺ വീഡിയോ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ എത്തി പറഞ്ഞ പോലെ അല്ലെങ്കിൽ വലതു ഭാഗത്ത് അമഞ്ചേരിക്കാവിൻ്റെ ആ ഏരിയ കാണാം. അതുപോലെ ഇവിടെയൊക്കെ ഒരു മീൻ മാർക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ ഇടത് ഭാഗത്ത്. അപ്പോൾ അങ്ങനെ പറമ്പിൽപ്പടി ആ ഏരിയയിലെത്തിട്ടോ. അത് കഴിഞ്ഞാൽ കച്ചേരിപ്പടി വേങ്ങര കഴിഞ്ഞാൽ പിന്നെ വരുന്ന വലിയൊരു അങ്ങാടിയാണ് കച്ചേരിപ്പടി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വേങ്ങരന്ന് ആ ഏരിയയിലൂടെ പുത്തനങ്ങാടി അങ്ങനെ കരിമ്പിൽ ഭാഗത്തേക്ക് പോവാം. നമ്മുടെ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്നത് കരിമ്പിലാണ്. അതുകൊണ്ട് തന്നെ ഈ കച്ചേരിപ്പടി ഭാഗത്തു നിന്നും നമുക്ക് ലെഫ്റ്റ് ഭാഗത്തു കൂടിയ പുത്തനങ്ങാടി വഴി അങ്ങനെ മണ്ണിൽപ്പിലാക്ക് ഭാഗത്തേക്കും എത്താം. അതുപോലെ തന്നെ അവിടുന്ന് കാച്ചടി കരിമ്പിൽ ഭാഗത്തേക്കും കടന്നു പോവാം. അങ്ങനെ കച്ചേരിപ്പടി ടൗണിലേക്ക്. അത് കഴിഞ്ഞാൽ പത്തുമൂച്ചി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിൻ്റെ ലൈവ് ടെലികാസ്റ്റൊക്കെ ചെയ്യുന്ന ആൾ എന്ന നിലയ്ക്ക് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ വളരെ ആവേശം നിറഞ്ഞൊരു അങ്ങാടിയാണ് പത്തുമൂച്ചി. ഗോൾഡ് സ്റ്റാർ പത്തുമൂച്ചി എന്ന പേരിൽ ആ ക്ലബ്ബ് വളരെ ഉഷാറാട്ടോ. നമുക്കറിയാം പവർ ഡിപ്പോ തൃശ്ശൂരിനെ സ്പോൺസർ ചെയ്യിപ്പിച്ച് അവർ കൂരിയാട് ഫൂബ സോക്കർ അറീനയിലൊക്കെ ആ ടീം ജയിച്ച് അവിടെ ഫൈനൽ കപ്പെടുത്ത ആവേശത്തിൽ നല്ല യുവാക്കളും മുതിർന്നവരും എല്ലാം ആവേശത്തോടെ ആ കപ്പ് കയറ്റുവാങ്ങി ഗ്രൗണ്ടിനും അങ്ങാടികളൊക്കെ ആവേശം നൽകുന്ന ഒരു ക്ലബ്ബും കൂടിയാണ് ഗോൾഡ് സ്റ്റാർ മുത്തൂറ്റ്. അങ്ങനെ നമ്മൾ പത്തുമൂച്ചി കച്ചേരിപ്പടി എത്തിട്ടോ. അങ്ങനെ കച്ചേരിപ്പടി അങ്ങാടിയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകട്ടോ. അത്യാവശ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ വലിയൊരു അങ്ങാടി തന്നെയാണ് കച്ചേരിപ്പടി. അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പത്തുമൂച്ചിയിലേക്ക് പ്രവേശിക്കുകയാണ്. കച്ചേരിപ്പടി കഴിഞ്ഞു പത്തുമൂച്ചി. ഇവിടെ ഒരു സ്കൂളുണ്ട്. സ്കൂളിൽ നേരെ റൈറ്റ് ഭാഗത്തേക്ക് ആ റോഡിനങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ പാക്കടപ്പുറ ആ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ കടന്നു പോകാൻ പറ്റും. അവൻ ആ സ്കൂളിൻ്റെ ഏരിയയാണ് കാണുന്നത്. മദ്രസ അങ്ങനെ എല്ലാം കൊണ്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. പത്തുമൂച്ചി എത്തുന്നതിന് മുമ്പായിട്ട് ഈ കച്ചേരിപ്പടിക്കും പത്തുമൂച്ചിക്കും സെൻട്രൽ ഭാഗത്തായിട്ട് ഈ ഒരു ഏരിയ. അങ്ങനെ പത്തുമൂച്ചി ഏരിയയിലെത്തി. പത്തുമൂച്ചിൻ്റെ കഴിഞ്ഞാൽ ഒരു പെട്രോൾ പമ്പ് കാണാം. പിന്നെ സുബൈദ പാർക്കുണ്ട്. ആ ഏരിയ അവിടെ നിന്ന് നോക്കി പാർക്കിൻ്റെ ആ ഏരിയക്ക് നമ്മളേതായാലും പോകുന്നില്ല. നേരെ ഇങ്ങനെ പിടിക്കുകയാണ്. വീഡിയോക്ക് അല്ലെങ്കിൽ ലെങ്ത്ത് വളരെ കൂടുതലാണ്. 20-25 മിനിറ്റ് കടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണാം. കാരണം നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഇങ്ങനൊരു വീഡിയോ കുറേ ഉണ്ടായിരിക്കാം, കുറഞ്ഞ ചെറിയ റീൽസൊക്കെ ആയിരിക്കാം. ഇത് ലെങ്ത്ത് കൂടിയ ലോങ് വീഡിയോ. കുറേ നേരം ഇങ്ങനെ ഇരുന്ന് വേങ്ങര മുതൽ
കരിമ്പിൽ വരെ കാണുമ്പം അടിപൊളിയായിരിക്കും. നോക്കി അങ്ങനെ 10 മൂച്ചിയുടെ പ്രധാനപ്പെട്ട ഏരിയ കൂടെ ഉണ്ട്. ആ മസ്ജിദ് കാണാം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇതാടെ 10 മൂച്ചികളൊക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് ഡ്രോൺ വഴി എടുക്കുമ്പോൾ 10ലേറെ മൂച്ചികൾ തന്നെ കാണാം കേട്ടോ. നോക്കി ഇതാ പെട്രോൾ പമ്പ്. അങ്ങനെ ഇനി അടുത്ത് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോണത് അടുത്ത അങ്ങാടി ചേറ്റിപ്പുറമാട്. അപ്പോൾ തുടങ്ങിയത് കുറ്റാളൂർ, അവിടെ നിന്ന് തുടങ്ങി സബാസ്കോറിൻ്റെ ഏരിയ, വേങ്ങര ടൗണ്, പിന്നെ അമാഞ്ചേരിക്കാവ്, പിന്നെ പറമ്പിലങ്ങാടി, കച്ചേരിപ്പടി കഴിഞ്ഞു, 10 മൂച്ചി കഴിഞ്ഞു, ചേറ്റിപ്പുറമാടെത്തി. ചേറ്റിപ്പുറമാട് മദ്രസൻ്റെ ഭാഗത്ത് താഴേക്ക് ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് ഒരു ആരും ശ്രദ്ധിക്കപ്പെടാതെ അത്ര ഒരു പാർക്ക് കിട്ടാം. നല്ലൊരു പരിപാടിയൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ ഫാമിലിക്കൊക്കെ പറ്റി പങ്കെടുക്കാൻ പറ്റിയ കുറച്ച് ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പാർക്കുള്ളൊരു ഏരിയ കേട്ടോ ചേറ്റിപ്പുറമാട്. നമ്മളൊരു പ്രാവശ്യം അവിടെ ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെതാ ചേറ്റിപ്പുറമാടെത്തി. വലിയൊരു അങ്ങാടി ഇല്ലെങ്കിലും അത്യാവശ്യം എല്ലാം കിട്ടുന്ന ഒരു ഭാഗം തന്നെയാണ് ചേറ്റിപ്പുറമാട് അങ്ങാടി കേട്ടോ. ഇരുവശത്തും ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം കിട്ടുന്ന ഒരു അങ്ങാടി. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പാലച്ചിറമാടാണ്. അതും ഇതുപോലെ തന്നെ ഒരു ചെറിയ അങ്ങാടിയാണെങ്കിലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. അതും ഇവിടെ ഒരു ആക്രിക്കട ഒക്കെ ഇങ്ങനെ വലിയൊരു ആക്രിക്കട ഇത് ഇവിടെ വന്നാൽ കാണാം. നല്ല നീളനേറി കിടക്കുന്ന എല്ലാം ലോഡ് കണക്കിനെ കയറി പോകുന്നതും ഒക്കെ കാണാം. വലിയൊരു ഹോൾസൈഡൊക്കെ ആയിട്ടുള്ള വലിയൊരു ആക്രിക്കടയാണത്. അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതാ പാലച്ചിറമാട് കഴിഞ്ഞാലാട്ടോ അടിപൊളി കാഴ്ചകൾ കാണുന്നത്. നല്ല വൈബ് ഏരിയ, പ്രത്യേക പാടൊക്കെ ആയതുകൊണ്ട് പച്ചപ്പുള്ളത് അങ്ങനെ മുകളിൽ നിന്ന് കാണാൻ നല്ല അടിപൊളി കേട്ടോ. കാരണം ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ പാടം ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കൃഷികളായിട്ടും പൂന്തോട്ടമൊക്കെ ആയിട്ട് എല്ലാം കൂടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർഷത്തിൽ പാടത്ത് ഉണ്ടാക്കുന്ന ഏരിയയാണ്. അപ്പോൾ നമ്മൾ പാലച്ചിറമാട് ഇവിടെ ഡ്രോൺ ഇറക്കുക കേട്ടോ. കാരണം ഒന്ന് ഇറക്കിയതിന് ശേഷം കുറേ ലോങ് ആയല്ലോ, കുറേ ലെങ്ത്ത് കൂടിയോണ്ട് തന്നെ ചെറിയ റെസ്റ്റിന് വേണ്ടി ഡ്രോൺ ഇറക്കിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉയർത്തിയിട്ട് പാലച്ചിറമാട് ആ പാടത്തെ മണ്ണിപ്പിലാക്കലത്തിന് മുമ്പായിട്ടുള്ള ആ പാടത്തിൻ്റെ ആ വൈബ്, അവിടെ പൂന്തോട്ടങ്ങളും വത്തക്ക കൃഷി അങ്ങനെ പച്ചക്കറി കൃഷികളായിട്ടും എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നൊരു ഏരിയയാണ്. KCB നിൽക്കുന്ന ആ ഭാഗത്തുള്ള ആ ഒരു പാടം. അപ്പോൾ നമ്മൾ ഇവിടെ ഡ്രോണിനെ ഇറക്കി കുറഞ്ഞ നേരം ബാറ്ററി ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാണ്ട്, അതുകൊണ്ട് ഇവിടെ ഇറക്കിയിട്ട് ഇനി ഉയർത്താം. അപ്പോൾ പാടത്തിൻ്റെയും പിന്നെ ഞങ്ങളെ കാണിക്കാനുള്ള കൂരിയാട് വയഡക്റ്റ് ബ്രിഡ്ജാണ്. കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും ഉയർത്തി പാലച്ചിറമാട് ഈ ഒരു ഏരിയ ഞങ്ങൾക്കൊക്കെ അറിയാം. കാരണം ഒരു വളവും തിരിവൊക്കെ ആയിട്ട് കയറ്റമൊക്കെ ആയിട്ടുള്ള കുറച്ചൊരു ടഫായിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു റോഡ്. പൊതുവേ റോഡിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നല്ല ഒരു ഇവിടുന്ന് ഇവിടെ തൊട്ട് വേങ്ങര വരെ റോഡിൻ്റെ റീകണ്ടീഷൻ പൂർത്തീകരിക്കാണ്ട്. ഇവിടെ പാടത്ത് അതുപോലെ ഈ കൃഷി നടത്തുന്ന ഏരിയയിലൊരു ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ ഉണ്ട്. ഇനി ഒരു കൾവർട്ടുണ്ട്, അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി മെറ്റലിട്ട് കമ്പാക്റ്റിങ് ടാറിങ് വർക്കുകളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വാഹന ഗതാഗത കുരുക്ക് വളരെ കൂടിയൊരു ഏരിയയാണ്. ഇതിൻ്റെ വർക്ക് നടന്നതിൻ്റെ കുറേ വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും, കുറേ ആയിട്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാടത്തെത്തി. ഇങ്ങോട്ടേക്ക് പാടത്ത് നമ്മൾ പറഞ്ഞ മല്ലികപ്പൂവാണെന്ന് തോന്നുന്നു. മല്ലികപ്പൂവിൻ്റെ ഒരു തോട്ടം ഇവിടുന്ന് നേരെ റൈറ്റ് സൈഡിൽ കാണാം. അപ്പോൾ അത് നമ്മൾ ഡ്രോണ് ആ ഏരിയയിലേക്ക് താഴ്ത്തിയിട്ട് ഞങ്ങളെ കാണിക്കാം. നമുക്കറിയാം ഈ പാടത്ത് മണ്ണിപ്പിലാക്കൽ ഈ പാടത്ത് സൂര്യകാന്തി ചെടികളൊക്കെ വിരിഞ്ഞ് നിന്നൊരു കഴിഞ്ഞ മുന്നത്തെ സീസണിലൊക്കെ ഒരുപാട് ആളുകൾ പല ഭാഗത്തുനിന്നും സന്ദർശിക്കാനും കാണാനും ആ ഭംഗി ആസ്വദിക്കാനൊക്കെ വന്നൊരു ഏരിയയാണ് ഈ KCBൻ്റെ ഈ ഒരു ഭാഗത്ത്. അന്ന് സൂര്യകാന്തി ചെടി ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് മല്ലിക ചെടി, അതിൻ്റെ മഞ്ഞ യെല്ലോ കളറിൽ അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ്. ഓക്കെ, ആ ലൈനായിട്ട് അതിൻ്റെ ചെടികൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വിരിഞ്ഞ ആ ഭാഗത്ത് നമ്മൾ താഴ്ത്തിയിട്ട് ഞങ്ങളെ കാണിക്കട്ടോ. അത് കാണിച്ചതിന് ശേഷം നമ്മൾ കൂരിയാട് വയഡക്റ്റ് പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് അതുപോലെ മണ്ണിൽപ്പിലാക്കൽ അങ്ങാടിയും കാണിച്ചിട്ട് നമ്മൾ ആ ഏരിയയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒന്ന് താഴ്ത്തിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അങ്ങനെ ഓരോ ലൈനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ആ അറ്റം വരെ നോക്കി നിങ്ങൾ, അടിപൊളി സൂപ്പർ കാഴ്ച ഉണ്ടാ. മല്ലികയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന അടിപൊളി കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഇത്രയും സെറ്റപ്പിൽ കൃഷി, ഈ ഒരു മല്ലിക കൃഷി നടത്തിയ ഈ ഭാഗത്തെ ആ ഒരു വീടെടുക്കാതെ പോകാൻ പാടില്ല. അപ്പോൾ മൊത്തത്തിൽ റെഡി ആട്ടോ, ഒക്കെ വിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ
അടിപൊളിയാണ്, സൂപ്പർ കാഴ്ച. അപ്പോൾ ആ ഡ്രെയിനേജിൻ്റെ നമ്മളെ റോഡ് ഉണ്ടല്ലേ, ഇപ്പോൾ പുതുതായിട്ടുണ്ടാക്കിയ കൾവർട്ടാണ്. അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് അതിൻ്റെ കോൺക്രീറ്റ് പണിയൊക്കെ കഴിഞ്ഞു. ഇനി ടാറിംഗ് വർക്ക് മാത്രമാണ് ആ ഏരിയയിൽ ചെയ്യാനുള്ളത്. അപ്പോൾ മെറ്റൽ കാര്യങ്ങളൊക്കെ പൊന്തിക്കുന്നുണ്ട്, വാഹനങ്ങൾ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ടാറിങ് കൂടി കഴിഞ്ഞാൽ ഉസ്താറാവും ഈ ഭാഗത്ത്. അപ്പോൾ ഓക്കെ, ആ സൈഡിൽ അതുപോലെ വത്തക്കൻ്റെ കൃഷിയൊക്കെ നടക്കുന്നുണ്ട് ഇതിന് നേരെ ഓപ്പോസിറ്റിൽ. അങ്ങനെ ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട് അടിപൊളി, ഈ ചെടികളിലും അതുപോലെ ഈ മാവ് അങ്ങനെയുള്ള ഇതിനൊക്കെ കൊമ്പുകൾ അത് വിൽക്കപ്പെടുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ഭാഗം. അങ്ങനെ മണ്ണിൽ പിലാക്കൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് റൈറ്റ് സൈഡ് ലെഫ്റ്റ് ഭാഗത്ത് കൂടി പാണ്ടികശാല, അങ്ങനെ കാച്ചടി, വേങ്ങര, പുത്തനങ്ങാടി, വേങ്ങര അങ്ങനെ കടന്നു പോകാൻ പറ്റിയ റോഡും കൂടി ഉണ്ട് ഇവിടുന്ന് ഇടത് ഭാഗം. അപ്പോൾ ആ ഏരിയയിലൊക്കെ ഷോർട്ട് റോഡുകളുള്ള ഒരു ഭാഗമാണ്. ബ്ലോക്കൊക്കെ ആയി കഴിഞ്ഞാൽ ആളുകൾ അങ്ങോട്ട് പാസ് ചെയ്യാൻ ഉപകാരപ്രദമാവും ഇങ്ങനത്തെ റോഡുകളല്ലേ. അപ്പോൾ അങ്ങനത്തെ ഏരിയ നമ്മൾ വരുന്ന ഏരിയയിലൊക്കെ പോക്കറ്റ് റോഡുകൾ കണ്ടു. കരിമ്പിൽ ഭാഗത്ത് ടച്ച് ചെയ്യുന്ന ഏരിയൻ്റെ റോഡുകൾ കണ്ടു. കാരണം ഈ റോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത് കരിമ്പിൽ അണ്ടർപാസിൻ്റെ ഭാഗത്താണ്. കക്കാട് കഴിഞ്ഞ് തങ്ങൾപ്പടി കരിമ്പിൽ ഭാഗത്താണ്. അപ്പോൾ വീഡിയോക്ക് കുറച്ച് ലെങ്ത് ഉണ്ട്, കണ്ടിരിക്കാൻ രസകരമായിരിക്കും ഫ്രീ ഉള്ളവർക്കൊക്കെ അല്ലേ. അതും പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഗൾഫിലൊക്കെ പ്രവാസികൾക്ക് അതുപോലെ അതർ സ്റ്റേറ്റിലൊക്കെ ജോലിക്ക് പോയവർക്കൊക്കെ ഭയങ്കര രസകരം കാണാൻ. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ നാട്, അവരുടെ പ്രദേശം, അവിടെ വീട്, അവിടെ ബിൽഡിങ്ങുകൾ, അങ്ങനെ രസമായിരിക്കും. ഏതായാലും നമ്മളിവിടെ എത്തിയാൽ നിങ്ങൾ കൂരിയാട് അങ്ങാടി കഴിഞ്ഞ് അണ്ടർപാസിൻ്റെ അവിടെ എത്തി. ഇവിടുന്ന് അങ്ങോട്ട് കുളപ്പുറം ഭാഗത്തേക്ക് ഇങ്ങനെ പോയൊക്കെ കുറച്ചാണ്. അവിടുന്ന് തിരിച്ചിട്ട് നമ്മൾ കക്കാട് ഭാഗത്തേക്ക് പോകാം. കാരണം ഇത് വയഡക്റ്റ് ഇവിടെ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. മാസ്റ്റിക് പേഡ് അത് ഒട്ടിക്കുന്ന വർക്കൊക്കെ ആയിരുന്നു. ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറഞ്ഞൊരു ഏരിയയിൽ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് കോൺക്രീറ്റ് ഭാഗത്ത് അത് ഒട്ടിച്ചെടുക്കാൻ. അതുപോലെ രണ്ട് സൈഡിലെ ക്രാഷ് ബാരിയറും സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളും നല്ല വീതി വിസ്താരമുള്ള വലിയൊരു ഡിവൈഡറിന് കേട്ടോ നീളത്തിൽ കോൺക്രീറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാടത്തുനിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് ഞങ്ങളെ കറക്റ്റ് കാണിക്കാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്നിരുന്ന ഫൂബ സോക്കർ അറീന ഫെഡ്ലൈറ്റ് സ്റ്റേഡിയം. സോക്കർ കിങ് തിരുവങ്ങാടിയും കാസ്മ കൂരിയാടുമായിരുന്നു സംഘടിപ്പിച്ചത്. അത് പൂർത്തീകരിച്ചു. നമ്മൾ ഗോൾഡ് സ്റ്റാർ പത്തുമൂച്ചീനെ പറഞ്ഞു. പത്തുമൂച്ചിയുള്ള ഗോൾഡ് സ്റ്റാർ പത്തുമൂച്ചിയാണ് അവർ സ്പോൺസർ ചെയ്ത പവർ ഡിപ്പോ തൃശ്ശൂരാണ് ഇവിടെ വിജയികളായത്. അപ്പോൾ ആ ഒരു ഏരിയയിലപ്പുള്ളത് ആ പാലത്തിൻ്റെയും ആ ഗ്രൗണ്ടിൻ്റെയൊക്കെ തൊട്ടടുത്താണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചതെന്ന് മാത്രം. അതിന് പാലത്തിൻ്റെ പണികൾ കറക്റ്റ് കാണാം, നല്ല വെളിച്ചത്തിൽ നോക്കി. അപ്പോൾ ഇനി ഇതിനെ ടാറിംഗ് വർക്കുള്ള കേട്ടോ. ഈ കാണുന്ന കുറഞ്ഞൊരു 100 മീറ്ററിലും കൂടി മാസ്റ്റിക് ബേഡ് വിരിച്ച് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ടാറിംഗ് വർക്ക്. അപ്പോൾ കുളപ്പുറം ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പാലത്തിൻ്റെ മുകളിലൂടെ കടന്ന് കടലുണ്ടിപ്പുഴ പാലം കക്കാട്, അത് കഴിഞ്ഞ് കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് കാച്ചടിയുടെയും കരിമ്പിലിൻ്റെയും അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ചീറിപ്പായാൻ ഈ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാ കൂരിയാട് അണ്ടർപാസ്, കൂരിയാട് അണ്ടർപാസിൻ്റെ നേരെ ഇടത് ഭാഗത്ത് വേങ്ങര ഭാഗത്തേക്ക് പോകുന്നിടത്ത് അവിടുത്തെ ആദ്യത്തെ ഒരു മാർക്കറ്റായിരുന്നു. ആ മാർക്കറ്റ് പൊളിച്ച് രണ്ടാമത് നേരെ ഇതിൻ്റെ റോഡിൻ്റെ ഓപ്പോസിറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ പുതിയ ബിൽഡിങ്ങുകൾ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൂരിയാട് അണ്ടർപാസ് കഴിഞ്ഞ് ആദ്യം ഇവിടെയായിരുന്നു റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിരുന്നത്. പിന്നീടാണ് പാലത്തിൻ്റെ പണി ആരംഭിച്ച് തകർന്നുകൊണ്ട് തന്നെ. അങ്ങനെ കൂരിയാട് കഴിഞ്ഞ് നമ്മൾ കക്കാട് കടലുണ്ടിപ്പുഴ പാലമാണ് ഈ കാണുന്നത്. കടലുണ്ടിപ്പുഴ പാലത്തിൻ്റെ ഇടന്ന് നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഈ ഭാഗത്ത് 3 ലൈനാണ്. നേരെ ഓപ്പോസിറ്റിൽ നിലവിലുള്ള പാലം നിലനിർത്തിയിട്ട് അത് വീണ്ടും ഒന്ന് മുകളിൽ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞതാണ്. അവിടെ 3 ലൈനില്ലാത്തതുകൊണ്ട് ആളുകൾക്ക് പൊതുവേ പരാതി. നമ്മൾക്ക് മുന്നത്തെ വീഡിയോ ഒക്കെ പറഞ്ഞിരുന്നതാണ്. സർവീസ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് 2 ലൈനിലേക്ക് കയറുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഒരുപക്ഷെ സർവീസ് റോഡ് ശ്രദ്ധിക്കാതെ അപകടങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഈ ഒരു റോഡിന് പോകുന്ന കണ്ടിയിൽ കൂരിയാട് കടലുണ്ടിപ്പുഴ പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തെ റോഡിന്. അങ്ങനെ നമ്മളിതാ അടിപൊളി കേട്ടോ റോഡിൻ്റെ ഇവിടെ നോക്കി. ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ന്ന സർവീസ് റോഡ് ഇങ്ങനെ മുളുക്കി കയറിയാണ്. സർവീസ് റോഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ പാലത്തിൻ്റെ ഭാഗം താഴ്ന്നതാണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഉയർന്നിട്ടാണ് പോകുന്നത്. മെയിൻ റോഡ് 6 വരിപ്പാതക്ക് സ്ട്രൈറ്റായി പോകുന്നതുകൊണ്ട് തന്നെ ഒരു 4-5 മീറ്റർ താഴ്ചയിൽ ഇരുവശവും കട്ട് ചെയ്തെടുത്ത് സോയിൽ നൈലിംഗ് ടെക്നോളജി വെച്ചുള്ള ചുമര് സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കി 6 വരിപ്പാതയുടെ സെൻറ്റർ ഡിവൈഡർ, സൈഡിലെ ഡ്രെയിനേജിൻ്റെ വർക്ക്, ട്രാക്ക് ഇട്ട് പോയത് നല്ല കറുത്ത റോഡിലെ അടിപൊളി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കൂരിയാട് പാലത്തിന് അവിടെ നിന്നിട്ട് കഴിഞ്ഞ് നമ്മൾ കക്കാട് ഓവർപാസ്
വരെ എത്തുമ്പോഴുള്ള ആ ഒരു കാഴ്ച. അങ്ങനെ എത്തിട്ടോ, കക്കാട് ഓവർപാസ് വലിയൊരു ഓവർപാസ്. നമ്മൾ കക്കാട് ഓവർപാസിന് ഇവിടെ നിന്ന് അങ്ങോട്ട് ചമ്മാട്ടേക്കുള്ളൊരു വീഡിയോ ഞങ്ങൾ കാണിച്ചിരുന്നു, ചമ്മാട് വരെയുള്ള അത് ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ നമ്മൾ കക്കാടിനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കക്കാട് ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് കുറച്ചുകൂടി ഉയർത്തിയിട്ട് നിങ്ങളെ കാണി. കക്കാട് അങ്ങാടിയിൽ നിന്ന് നേരെ ഈ ഇടതുഭാഗത്ത് പുതിയൊരു ബിൽഡിങ് അന്ന് പൊളിക്കണതും ആ വീഡിയോ ഒക്കെ കാണിച്ചു. ഇപ്പോൾ പുതിയ ബിൽഡിങ്ങിൻ്റെ പണികൾ പൂർത്തി, ഷട്ടർ കഴിഞ്ഞു, വാടകയ്ക്ക് എന്നുള്ള ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ടോ. പെട്ടെന്ന് പണി പൂർത്തിച്ചിട്ടുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ. കക്കാട്ടങ്ങാടി ചമ്മാട് ഭാഗത്തേക്കുള്ള റോഡ്. കക്കാട് സാജി ഹോട്ടൽ, അങ്ങനെ ഒരുപാട് പഴക്കമേറിയ ഹോട്ടലാണ് അവിടെ. അതാ പിട്ടാപ്പള്ളി. അപ്പോൾ അവിടെ അങ്ങനെ ചമ്മാട് റോഡ് കാണാം, കക്കാട് ഓവർപാസ്. അവിടെ തിരിച്ച് ഇനി കരിമ്പിലേക്ക് പോകണം. കരിമ്പിൽ അങ്ങാടിയുടെ വരെയുള്ള ആ 6 വരിപ്പാതൻ്റെ റോഡിൻ്റെ വീഡിയോ കൂടി കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഈ വീഡിയോ നല്ലൊരു ലെങ്തിയായി. ഒരു 15 മിനിറ്റാണ് വീഡിയോക്ക് ഏറ്റവും ഗുണകരം. ഓവർ ആളുകൾ കാണാൻ സാധ്യതകൾ കുറവാണ്. പിന്നെ ഡ്രോൺ വീഡിയോ ആകുമ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ വീട് അല്ലെങ്കിൽ അവിടെ കച്ചവട സ്ഥാപനം, അവിടെ സ്ഥലങ്ങൾ, അവരുടെ ഏരിയകളൊക്കെ കണ്ടിരുന്നിങ്ങനെ പോന്നോളല്ലോ എന്നൊക്കെയാണ് നമ്മളിങ്ങനെ വീഡിയോ ഇട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എവിടെ തുടങ്ങി? ഞങ്ങൾ കുറ്റാളൂർ തുടങ്ങി, വേങ്ങര കുറ്റാളൂരിൽ നിന്ന് തുടങ്ങി കക്കാട് ഓവർപാസ് കഴിഞ്ഞ് തങ്ങൾപ്പടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങൾപ്പടി ആദ്യത്തെ റോഡൊക്കെ ഇടത് ഭാഗത്ത് ആ ഉണ്ടല്ലേ, ആദ്യം ഉണ്ടായിരുന്ന റോഡ് അതേന്. ഇപ്പം അവശേഷിക്കണ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അവിടെ ഒരു റോഡ് കുറഞ്ഞ ഭാഗമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെറുമുക്ക് ഭാഗത്തേക്ക് റോഡ്, ശ്രീ പുരാന്തക ക്ഷേത്രം നിൽക്കുന്ന ഏരിയ, പിന്നെ വാട്ടർ ടാങ്ക് കാണാം. അങ്ങനെ ഇവിടുന്ന് സ്ട്രൈറ്റായിട്ട് കക്കാട് ഓവർപാസിൻ്റെ ഇവിടെ നിന്ന് സ്ട്രൈറ്റായിട്ട് കരിമ്പിലങ്ങാടിയുടെ മനോഹരമായ ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ കണ്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ വളരെ സന്തോഷമായി. മാത്രമല്ല ഇനി അടുത്തൊരു വീഡിയോ ഇതുപോലൊരു ഏരിയ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക, അത് മറക്കണ്ട. അപ്പോൾ ലാസ്റ്റ് വരെ കണ്ടവർ വേഗം ആ കിണ്ണം, അതായത് സബ്സ്ക്രൈബ് കൊണ്ട് ക്ലിക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. ഫേസ്ബുക്ക് ഫോളോ ചെയ്താൽ ഇതുപോലെ കുറച്ചുകൂടി വലുതായിട്ട് ഫേസ്ബുക്കിലൂടെയല്ല കാണാൻ പറ്റുക. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. അതുപോലെ നമ്മൾ ഇൻസ്റ്റ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഏതായാലും ഇതുപോലെയൊക്കെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്.